അവരോട് പറഞ്ഞാലോ? എൻ്റെ പൊന്ന് കഴിച്ച് ഞങ്ങൾ വടക്കേക്കോട്ടയിലോട്ട് KFCയിൽ വന്നേക്കാം. കയറി വരുന്നത് തന്നെ ചിക്കൻ്റെ വേസ്റ്റിൻ്റെ സ്മെല്ല്. ഓക്കെ, അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ കയറി വന്നത് കൊണ്ടായിരിക്കും. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ഞങ്ങൾ അകത്ത് കയറിയപ്പോഴും ആ സെയിം സ്മെല്ല്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 12:30 ഉച്ചയ്ക്ക് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ക്ലോസായി കിടന്നുകൊണ്ടായിരിക്കുന്നത്. ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, നാറിയിട്ടിരിക്കാൻ പറ്റുന്നില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്രയ്ക്ക് നാറ്റടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സാർ പിന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തു പോയില്ലേ, ഓർഡർ ചെയ്ത സാധനം പിന്നെ വന്ന് കഴിക്കണമല്ലോ എന്ന് ഓർത്തിരുന്നു. ആണെങ്കിൽ ഇങ്ങനെ തണുത്ത് മരച്ച് വന്നു. ഞങ്ങൾ രണ്ടാമത് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരിപ്പം ഒന്നും കൂടെ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പം നന്നായി ക്രിസ്പി ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് KFC കഴിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ബാഡ് സ്മെല്ലായിരുന്നു ഇതാണ്. 2 കഷ്ണം കൂടി ഉണ്ട്, ബാക്കി കഴിക്കുക. ഇത് വായിക്കുന്നത് കേൾക്കുന്നത് കേട്ടോ. ദൈവത്തെ ഓർത്ത് എൻ്റെ തന്നെ ഈ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ തൊട്ടിപ്പുറത്തുള്ള KFCയിൽ പോകരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ജീവനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പോകാതിരിക്കും. പക്ഷെ ഞാൻ ഈവനിങ്സിലൊക്കെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി പേര് ഇവിടെ കയറുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഓർത്തൊക്കെ ഇന്ന് ലഞ്ച് ബ്രേക്ക് ഇവിടെ വന്ന് കഴിക്കാമെന്ന്. അയ്യോ വന്നതല്ലോ എന്നായിപ്പോയി. ഞാൻ കൈ പോലും വാഷ് ചെയ്തിട്ടില്ല. എന്നിട്ട് സ്മെല്ല് കാരണം കൈ പോലും കഴുകാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചു പോയി വാഷ് ചെയ്ത് അവിടെ ചെന്നിട്ട് അവൾ അവിടെ നിന്ന് ഓക്കാനിക്കാൻ വന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി വന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമുക്ക് അവരോടെങ്ങാനൊന്ന് പറഞ്ഞാലോ? എടി ആ കുഞ്ഞു കൊച്ചാടിയത് ഇല്ലാതെ ഈ ഇതില്ലേ എൻ്റെ വാഷ് ബേസിൻ അത് ഇതായിരുന്നു, ബ്ലോക്കായിരുന്നു. അവിടെ ഫുള്ള് മഞ്ഞ കളറൊക്കെ പിടിച്ച്. അതുകൊണ്ട് കണ്ടോ ഞാൻ കൈ പോലും കഴുകിയില്ല. അതൊക്കെ കഴുകാൻ നിർത്തും.